ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻ കേക്ക് റോളാണ്. ഇത് കുട്ടികളായാലും വലിയവരായാലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. വൈകുന്നേര ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റോളാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ എടുക്കുക കേട്ടോ, ഓയിൽ എടുക്കരുത്. ഇതിലേക്കൊരു 1/2 കപ്പ് റവയാണ് ഇട്ടിട്ടുള്ളത്. അത് നന്നായിട്ട് നമുക്ക് കളറൊന്നും മാറാണ്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കളറ് ബ്രൗൺ കളർ ആവരുത് കേട്ടോ. കളർ ചേഞ്ച് ആവാതെ നിങ്ങൾ ചെറിയ തീയിലിട്ടിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമുമാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് മുന്തിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ചേർക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചെറിയതിങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുപോലെ തന്നെ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളം ഒരു തുള്ളി പോലും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ 1 കപ്പ് പാലുണ്ടായാൽ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം. നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമുക്ക് ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ റവ ആയത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. ഒരുപാട് പാലൊന്നും ഒഴിച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പാൻ കേക്കിൽ വാനില എസൻസ് ചേർക്കുന്ന കാരണം തന്നെ ഇതിൽ ഏലക്കാപ്പൊടി ചേർക്കണില്ല. ഇത് നല്ല പോലെ വറ്റിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുക. ഇനി ഇതിലേക്ക് വാനില എസൻസ് ആണ്, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ വെള്ളത്തിന് പകരം പാല് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് തന്നെ മുഴുവനായിട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ബൗളിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ മിക്സിയുടെ ജാറിൽ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് കിട്ടും. സാധാരണ നമ്മൾ പാൻ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണ്ട കേട്ടോ. ഈ ഒരു പാകത്തിനാക്കി എടുക്കുക. ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഒരു കളറ് വേണം അതിനനുസരിച്ചിട്ട് കൊക്കോ പൗഡർ ചേർക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്ററിൽ നിന്ന് കുറച്ച് മിക്സ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറുള്ള ഒരു ബാറ്ററിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരു ഫ്ലേവർ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും കൂടെ ആണെന്നുണ്ടെങ്കിൽ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ 2 ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുറച്ച് ഓയിൽ ഒഴിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം നമ്മൾ ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഓരോ ഡോട്ടായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചൊന്നും അങ്ങോട്ട് പരന്ന് വരും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാം. ആ മാവ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ വാനിലൻ്റെ ഫ്ലേവറുള്ള ഒരു ബാറ്റർ ഇതിലേക്ക് ഓരോ തവി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. സാധാരണ നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള പാൻ കേക്ക് നിങ്ങൾക്ക് റെഡിയായി കിട്ടും. ഇങ്ങനെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്യുക. പാനിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് തടവി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നേരെ തിരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. വാനിലേൻ്റെ ബാറ്റർ ആദ്യം ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ചിട്ട് പാൻ കേക്ക് വലുതാക്കിയിട്ട് അങ്ങനെ ചുറ്റിച്ചെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ എല്ലാം ഞാനിതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പാൻ കേക്ക് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു അടിഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് മുകളിലേക്ക് വരണം. അപ്പോൾ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് നമ്മൾ ഇതുപോലെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റവയുടെ ആ ഒരു ഫില്ലിങ് നല്ല പോലെ തന്നെ വെച്ച് കൊടുക്കുക. നല്ല കട്ടിയിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് നമുക്കിത് റോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു 2 സൈഡും ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ എല്ലാ പാൻ കേക്കും നമുക്കിതുപോലെ തന്നെ ഒന്ന് നിറച്ചിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം.
അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചോക്ലേറ്റിൻ്റെയും വാനിലേൻ്റെയും ഒക്കെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.